അജിത് ഡോവൽ നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ്, അദ്ദേഹം അപൂർവമായി മാത്രമേ വായ തുറക്കാറുള്ളൂ. എന്നാൽ വായ തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന വാക്കുകളെല്ലാം തന്നെ വൈറലാകാറുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ അതിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ ഉൾക്കൊണ്ട് ആ വാർത്തകൾ കൊടുക്കാറുണ്ട്. ഇപ്പോഴിതാ അജിത് ഡോവൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. NSA അജിത് ഡോവൽ പറയുന്നത്, ഗവേണൻസ് പ്ലേസ് എ സെമിനൽ റോൾ ഇൻ നാഷണൽ ബിൽഡിംഗ് ആൻഡ് സെക്യൂറിംഗ് എ നേഷൻസ് ഗോൾ ഇൻ 2025 ആസ് വി റീഇൻവെന്റ് സർദാർ പട്ടേൽ. His vision is needed more than ever. India is undergoing an orbital shift in governance, society and its place in the global order എന്നാണ് ഇപ്പോൾ നിലവിൽ അജിത് ഡോവൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഗവർണൻസ് ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിൽ ഒരു മുഖ്യമായിട്ടുള്ള റോളാണ് വഹിക്കുന്നത്. നാഷൻ്റെ ഗോൾസ്, അതായത് രാഷ്ട്ര താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഗവർണൻസ് ശക്തി അല്ലെങ്കിൽ അത് സംരക്ഷിക്കാൻ കഴിയില്ല. പോരാത്തതിന് 2025 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു വിഷൻ ഉള്ള ആളെയാണ്, അല്ലെങ്കിൽ വിഷനുള്ള ഒരു ഗവൺമെൻറ്റിനെയാണ് നമുക്ക് ആവശ്യം. ഇന്ത്യ അത്തരത്തിലൊരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു ഓർബിറ്റൽ ഷിഫ്റ്റിലൂടെയാണ്, അതായത് ഒരു ക്രമമാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് അജിത് ഡോവൽ പറയുന്നത്. പോരാത്തതിന് അജിത് ഡോവൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മുടെ ഡെമോക്രസിക്ക് അതിൻ്റേതായിട്ടുള്ള വലിയ രീതിയിലുള്ള തകർച്ച അല്ലെങ്കിൽ വലിയതായിട്ടുള്ള ന്യൂനതകളുണ്ട് എന്നാണ് അജിത് ഡോവൽ പറയുന്നത്. ജനാധിപത്യത്തിന് ന്യൂനതകളുണ്ട്. എന്നിട്ട് അജിത് ഡോവൽ പറയുന്നു, ഇപ്പോൾ ഏറ്റവും കുറവ് ആയിട്ട് വോട്ട് ലഭിക്കുന്ന ആൾക്കാർക്ക് ഭരിക്കാനായി സാധിക്കും. അതാണ് നമ്മുടെ ഡെമോക്രസിയുടെ തകർച്ച. ഉദാഹരണത്തിന് 100 പേർ നമ്മുടെ ഡെമോക്രസിയിൽ ഉണ്ടെങ്കിൽ 25 പേരുടെ വോട്ട് കിട്ടിയ ആൾക്കാർ ഭരിക്കാൻ കയറുന്നു. ബാക്കി 75 പേരെ ചെറിയ ചെറിയ ഗ്രൂപ്പായി ഷിഫ്റ്റ് ചെയ്ത് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും എന്നും അജിത് ഡോവൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബീഹാർ ഇലക്ഷനും മറ്റ് ഇലക്ഷനുകളും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ത്യ 3 ഞോട്ടാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അറബിക്കടൽ, ഇപ്പുറത്ത് നമ്മുടെ ബേ ഓഫ് ബംഗാൾ, അറബിക്കടലിൽ വലിയ ഞോട്ടാം, സർക്രീക്ക്. ഇപ്പോഴിതാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഞോട്ടാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അജിത് ഡോവലിൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന എന്നുള്ളത് വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.